എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരിവീഡിയോയിലേക്ക് സ്വാഗതം. നിരവധി വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം എന്നായിരിക്കും പുറത്തുവിടുക? വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ യൂണിവേഴ്സിറ്റി ആരംഭിച്ചോ? എന്താണ് നിലവിലെ വസ്തുത? വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നിരവധിയായി കമൻറ്റുകളിലൂടെയും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക? വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ യൂണിവേഴ്സിറ്റി ആരംഭിച്ചോ? എന്താണ് ഇപ്പോൾ അതിലെ സ്ഥിതി? നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മെയ് മാസം 12-ാം തീയതിയാണ്. മെയ് മാസം 12-ാം തീയതിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കുക. ഇന്ന് വീഡിയോ ചെയ്യുന്ന ഡേറ്റ് മെയ് മാസം 8-ാം തീയതിയാണ്. മെയ് മാസം 12-ന് മാത്രമേ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുകയുള്ളൂ. ഇത്തവണ സെൻട്രലൈസ്ഡ് വാല്യുവേഷനാണ്. FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ പേപ്പറുകൾ നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ തന്നെയാണ് നോക്കിയിരുന്നെങ്കിൽ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ പേപ്പറുകൾ നോക്കുന്നത് സെൻട്രലൈസ്ഡ് വാല്യുവേഷനാണ്. യൂണിവേഴ്സിറ്റിയാണ് പേപ്പർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ ലിബറൽ ആകുമോ, കൂടുതൽ സ്ട്രിക്റ്റ് ആകുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, ഓവർ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ആയതുകൊണ്ട് സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആണെന്നൊന്നും വിദ്യാർത്ഥികൾ ഓർത്തിക്കേണ്ട. ലിബറലാണ് എന്ന് വെച്ച് ഓവർ മാർക്ക് വിദ്യാർത്ഥികൾ പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട. നിങ്ങൾ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും. പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, വിദ്യാർത്ഥികൾക്ക് മെയ് മാസം 12-ന് വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഒരു മെയ് മാസം അവസാനത്തോടു കൂടി തന്നെ പ്രിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.